ഒരു മിസ്സിസ് മലബാറാണ് നമ്മളെ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. ഇത്രയും തൊലിക്കെട്ടി ഉണ്ടായത് ഇതൊക്കെ 2,00,000 സംതിങ്ങിന് ഞാൻ അന്ന് ആ പാർട്ടിക്കാരുടെ പർച്ചേസ് ചെയ്തിരുന്നത്. അവളൊരു തൻ്റെടിയാണ്, അല്ലെങ്കിൽ അഹങ്കാരിയാണ്. ഇവ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ. സത്യമായിട്ട് ചിരിക്കാൻ പോലും അറിയില്ല. ഞാൻ പറ്റിക്കപ്പെടും എന്നറിയില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാനും. ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുനൈന. എൻ്റെ വീട് വരുന്നത് തിരുനാവായയാണ്. ഞാൻ എന്താ ചെയ്യണ വെച്ചാല് ബേസിക്കലി ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. നമുക്ക് സ്വന്തമായി ഫാർമസി ആണ് ഇപ്പൊ റൺ ചെയ്യണത്. മാഷാ അള്ളാ നല്ല രീതിയിൽ റൺ ആവുന്നുണ്ട്. പിന്നെ എന്നിട്ട് യൂട്യൂബിന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് പറഞ്ഞാല് എന്തോ പെട്ടെന്ന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് യൂട്യൂബ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. പ്രഭാതത്തില് എനിക്ക് യൂട്യൂബിനോടൊരു ഇഷ്ടം വന്നതാ. എനിക്കൊന്ന് തുടങ്ങി നോക്കിയാലോ, സക്സസ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മാഷാ അള്ളാ യൂട്യൂബിന് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് എപ്പോഴും വീഡിയോ ഇട്ടിട്ടും ഷോർട്സ് ഇട്ടിട്ടും മാഷാ അള്ളാ 2 മാസം കൊണ്ട് ഞാൻ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കി. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് അത് സക്സസ് ആയി. ഞാൻ വെയിറ്റ് ലോസിന്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആ വീഡിയോസിന് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് നല്ല കമന്റ്സും കുറേ നല്ല നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ കിട്ടി. അപ്പൊ മാഷാ അള്ളാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഇടാനൊക്കെ എനിക്കൊരു മടിയായി തുടങ്ങി. എപ്പോഴും ഷൂട്ട് ചെയ്യല്. പിന്നെ കുറേ നമ്മളെ ഫാമിലിന്നും ഫ്രണ്ട്സിന്നും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് ഡെസ്പായി. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയായി. പിന്നെയും ഓരോ കാര്യങ്ങളിലൊക്കെ പെട്ടു പോണത് കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എനിക്ക് ആ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാനുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയി. എന്ത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് പിന്നിലേക്ക് പോകും എന്ന് പറഞ്ഞത് എന്റെ കേസിൽ അങ്ങനെ തന്നെ. കയ്യിലായപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയി. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും ഒരു താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നത്. കിട്ടിയ ഒരു പോസിറ്റീവ് കാര്യത്തിന് ഞാൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് തള്ളിക്കളയണെന്നുള്ള തോന്നലായി. ഓരോരുത്തരും ഇത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടും സക്സസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടണം. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ കളയണേ? പറയണ ഒരാൾ പറയട്ടെ, ജയിക്കോ ഇല്ലയെന്നൊക്കെ പഠിച്ചതിൻ്റെ അടുത്ത് എടുക്കുന്ന കാര്യമല്ലേ. അങ്ങനെ വീഡിയോസ് ഒക്കെ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്റെ ഫോണ് കംപ്ലൈന്റ് ആയി. വീട്ടുകാർക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. യൂട്യൂബ് അല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു ലേഡീസ് ബോട്ടിക് ഉണ്ടായിരുന്നു. അതും ഒരുപാട് ആഗ്രഹത്തിന്റെ ബേസിൽ തുടങ്ങിയ ഒരു ബോട്ടിക്കാണ്. ഷോപ്പ് വന്നിരുന്ന് എടപ്പാള് ഒരു മിസ്സിസ് മലബാറാണ് നമ്മളെ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവരെ പേജിലുണ്ട് ഇനോഗ്രേഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പം അവരെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുൻപ് കണ്ടിട്ടുണ്ടാവും. ഇന്റീരിയറും അത്യാവശ്യം നമ്മുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് ഉണ്ടോ ആ ക്യാഷ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ബോട്ടിക്ക് തുടങ്ങിയത്. ആ സമയത്ത് സ്ഥലം വാങ്ങേ അല്ലെങ്കിൽ ഒരു വീട് വെക്കേ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞങ്ങൾ കൺമുന്നിലെങ്കിലും കണ്ടിരുന്നു. അപ്പൊ തോന്നി ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബിസിനസ് നോക്കിയാലോ എന്നുള്ള രീതിയിൽ ആണ് അത് തുടങ്ങിയത്. എന്ത് ബിസിനസ്സിനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടും. മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവളായിട്ട് പോയിട്ട് ഡൽഹിയിലും സൂറത്തിലും ബോംബെയിലും ഒക്കെ സ്ട്രീറ്റ് കൂടെ വെയിലത്ത് നടക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സൂറത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് വന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ട് അവര് ഐറ്റം പാർസൽ അയച്ച് പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു സാധനം അതിലില്ല. 2,00,000 സംതിങ്ങിന് ഞാൻ അന്ന് ആ പാർട്ടിക്കാരുടെ പർച്ചേസ് ചെയ്തിരുന്നത്. അത് ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടും എന്നറിയില്ല. ഒരുപാട് ഐറ്റം വാങ്ങിച്ചതിൽ കുറെ മിസ്റ്റേക്ക് വന്നിരുന്നു. ഒന്നാമത്തത് ആദ്യം ലേഡീസ് മാത്രം വിചാരിച്ചു പോയി. പിന്നെ അവിടെ കൂടുതൽ എൻക്വയറി ചെയ്യുന്നത് കിഡ്സിന്റെ എന്ന് പറഞ്ഞപ്പോ കിഡ്സിന്റെ ഐറ്റംസ് വെച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാന് ഒരു ആളുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യമില്ലാത്ത കുറെ സാധനം പർച്ചേസ് ചെയ്യില്ലായിരുന്നു. ഷോപ്പ് ഫുൾ ഐറ്റംസ് ആയി. മാഷാ അള്ളാ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷെ
കഴിയുന്ന സാധനം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റണില്ല. റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലേ നമ്മൾ അവിടെ പോയി വരണം, അല്ലാണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയർ അയക്കണം. പുതിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അവർ കൊറിയർ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ 50,000 ഒക്കെയാണ് തോന്നുന്നുണ്ട് അവർ പറയുന്നത്. ആ എമൗണ്ടിന് ഐറ്റംസ് എടുത്താൽ അവർ അയച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രയാസങ്ങൾ 1 ഇയർ കൊണ്ടുപോയി ഷോപ്പ്. പക്ഷെ നല്ല ലൊക്കേഷനായിരുന്നു, സ്പേസ് കുറവായിരുന്നു, അതൊരു ഡിമെറിറ്റ് ആണ്. അതുപോലെ നല്ല റെന്റിനായിരുന്നു, 40,000 പെർ മന്ത് റെന്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റാഫുകളും, ഒന്നല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ബോട്ടിക്ക്, രണ്ടും കൂടി മാനേജ് ചെയ്യുന്നത് ഭയങ്കര, ഒരു മാനേജർ ഇല്ലാതെ നമ്മളെ കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല. പിന്നെ 2 കുട്ടികളും ഒക്കെ കൂടെ തലക്ക് നല്ല രീതിയിൽ പ്രഷർ. ചിലപ്പം ഫാർമസിയിൽ സ്റ്റാഫിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അത് നികത്താൻ നമ്മൾ പോയിരിക്കണം. അപ്പോൾ ഇവിടെ സ്റ്റാഫിന്റെ പ്രശ്നം, മൊത്തത്തില് നമുക്ക് തലക്കൊരു സമാധാനം ഇല്ലാത്ത സമയമായിരുന്നു. അപ്പൊ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത് ഇതുവരെയുള്ള നഷ്ടങ്ങൾ സഹിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവുക. അതെല്ലാം ഒരു പ്രോപ്പർ മാനേജറെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു മാനേജറെ വിളിച്ചിട്ട് സക്സസ് ആവുമെന്ന് തോന്നിയില്ല. ഈ 40,000 വെച്ചിട്ട് നമ്മൾ മാസം അത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 4 ലക്ഷം രൂപന് മേലെ നമുക്ക് സേവ് ചെയ്യാം. അത് നമ്മൾ വെറുതെ അങ്ങനെ നശിപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ക്വിറ്റ് ചെയ്യാറിന് അങ്ങനെ ഞങ്ങളത് ക്വിറ്റ് ചെയ്തു. അതിൻ്റെ ശേഷം ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു സക്സസ് ആവോ എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ യൂട്യൂബിലേക്ക് എത്തിക്കണം. അതിനാ ഞാൻ ആ സ്റ്റോറി പറഞ്ഞത്. ഇതുകൊണ്ടും ഒരാൾ രക്ഷപ്പെടണം എന്നില്ലല്ലോ. കുറേ വീണിട്ടല്ലേ അവിടുന്ന് എണീറ്റിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ഒരു എന്തായാലും നല്ലൊരു ഇൻകം കിട്ടണ ഒരു സേഫ് സോണും കൂടി വേണം. അതിനു വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് അറിയണത്. എന്തായാലും നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് ക്യാഷ് പോവില്ല, കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ നഷ്ടപ്പെടുത്തണേ? ഇതിന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഞാൻ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. മറ്റുള്ളവരെങ്ങനെയാണ് ഞാൻ ഒരു കോപ്രായം കാണിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണോ നമ്മളിതിൽ സക്സസ് ആവണമെന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് വീട്ടിലിരുന്ന് അത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ അത് സക്സസ് ആവുമെന്നൊന്നും ഉറപ്പില്ലല്ലോ. എന്ത് കോപ്രായം കാട്ടിയാലാണോ അല്ലെ എന്ത് നല്ല ചെയ്താലാണോ റീച്ച് ഉണ്ടാവുക, നമ്മളിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് എനിക്ക് ഇന്നത് ചെയ്താൽ അവിടുന്ന് റീച്ച് കിട്ടും എന്നൊന്നും പറയാനും എനിക്കറിയില്ല. യൂട്യൂബിലേക്ക് ഞാൻ ഇറങ്ങി പോകുന്നതന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഇത് ഒരു പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അപ്പൊ ഈ വീഡിയോ ആരാ കാണാന്ന് നിങ്ങൾക്കറിയില്ല. എന്തായാലും എന്റെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നലുണ്ട്. അവർക്കെങ്കിലും മനസ്സിലായിക്കോട്ടെ. ഇതിപ്പോ എനിക്ക് ഇങ്ങനെ അവരോട് ഇങ്ങനെ ഓപ്പൺ ആയി പറയാൻ പറ്റൂലല്ലോ. കുറെ രീതിയിലുള്ള ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത്. ഒന്ന് എന്റെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കളിയാക്കണോന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ റിലേറ്റീവ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ട് കളിയാക്കണോന്നും അറിയില്ല. ഫസ്റ്റ് ഒക്കെ ഞാൻ എത്ര പേര് കണ്ട്, ഇനി എന്താ മോണിറ്റൈസേഷൻ, എത്ര വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്കൊരു ക്യൂരിയോസിറ്റി. ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ ഫോൺ വന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഇനി ഇട്ടിട്ട് ചിലപ്പോ 1, 2, 3 വ്യൂസേ ഉണ്ടാവുള്ളൂ. എന്നാലും എങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പേരൊക്കെ ചോദിച്ച് ഇവൾക്ക് എവിടുന്നാ ഇത്രയും തൊലിക്കെട്ടി ഉണ്ടായത് എന്നൊക്കെ. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാനും ഇങ്ങനെ ഒന്നല്ലേന്നല്ലോ, ഇവളെങ്ങനെയാണ് ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പൊ പിന്നെ എനിക്ക് മാക്സിമം ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഇടപഴകാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇനിയിപ്പോ എന്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കാൻ പോലും അറിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ ഇങ്ങനെ ശ്രമിക്കും, പക്ഷെ മുഖത്ത് ചിരി വരുന്നുണ്ടോന്നൊന്നും അറിയില്ല. മറ്റുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അവളൊരു തൻ്റെടിയാണ് അല്ലെങ്കിൽ അഹങ്കാരിയാണ്, ഓൾക്കെന്നെ ഓളെന്നെ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്നൊക്കെ വിചാരിക്കുക. പക്ഷെ മാക്സിമം ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ നോക്കലുണ്ട്, പക്ഷെ നടക്കലില്ല. ഈ സോഷ്യൽ മീഡിയക്ക് ഇറങ്ങിയപ്പോ എല്ലാരും സംശയം, ഇവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റണേ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റണേ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റണേ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഓരോരുത്തരെ ചിന്തിക്കുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് എന്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെയാണ് ഞാനൊരു
ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഞാനൊരു പാവാണ്. ആരെന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞ ഒരു പാവാണ്. ഞാൻ ആകെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും പിന്നെ എൻ്റെ ഹസ്ബൻഡിനോടാവും. വേറെ ആരോടും ഞാൻ എൻ്റെ സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ദേഷ്യപ്പെടലോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാനൊരു തൻ്റെടിയാണ്. ഇതിൽ തൻ്റെടിനേക്കാളും ക്രൂരമായ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാ പിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കി കൊണ്ടുനടക്കുന്നുണ്ടാവുക. വീഡിയോസ് കാണുകയാണെങ്കിൽ അത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി കൂടുതൽ വീഡിയോസ് എടുക്കാനും നിങ്ങളെ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ജേണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് നല്ല കമൻസും എൻ്റെ സൗണ്ട് കേൾക്കാൻ വരെ നല്ല രസമുണ്ടെന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തുകൾ. എനിക്കറിയില്ല, അത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിക്കരുത്. അവർക്ക് അറിയില്ല. അപ്പോൾ ഇനി ഇവിടെ ഉള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ വീഡിയോസ് കാണുന്ന കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം. പറഞ്ഞ് വലിച്ചു നീട്ടണില്ല. ഇൻഷാ അല്ലാഹ് ഓരോ തുടക്കം നല്ലതിനാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും നല്ല കമൻസ് ഇട്ടിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.